നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ ഒരു ദുരന്തമായിരുന്നു തേക്കടി ബോട്ടപകടം. 2009 സെപ്റ്റംബർ 30 കേരളക്കരയെ ആകെ കണ്ണീരിലാഴ്ത്തിയ ആ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. വിനോദസഞ്ചാര ഭൂപടത്തിലെ ഇരുണ്ട ദിനം തന്നെയാണത്. ആ മരണയാത്ര സമ്മാനിച്ച ദുരന്തത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാതെ പ്രിയപ്പെട്ടവരെ ഓർത്ത് മരവിച്ചു ജീവിക്കുന്ന മനുഷ്യർ ഇന്നുമുണ്ട്. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ തേക്കടി തടാകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയ 45 പേരുടെ ജീവനാണ് അന്ന് പൊലിഞ്ഞത്. സെപ്റ്റംബർ 30 വൈകുന്നേരം അവസാനത്തെ ട്രിപ്പിനായി ഒരുങ്ങിയതാണ് KTDCയുടെ ജലകന്യക എന്ന ഡബിൾ ഡെക്കർ ബോട്ട്. വൈകുന്നേരം 4 മണി മുതൽ തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ തുടങ്ങിയിരുന്നു. കേരളത്തിൽ നിന്ന് പുറത്തുള്ളവരായിരുന്നു സഞ്ചാരികളിൽ കൂടുതലും. കർണാടക, തമിഴ്നാട്, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ. വളരെ കൗതുകത്തോടും സന്തോഷത്തോടെയും പോകാനൊരുങ്ങിയ യാത്ര. ജലകന്യകയിൽ ഉൾക്കൊള്ളാവുന്നത് 75ഓളം പേർ ആയിരുന്നിട്ടും അന്ന് 90-ലധികം പേർ ടിക്കറ്റ് എടുത്തു. ആരും അത് കാര്യമാക്കിയില്ല. അങ്ങനെ അത്രയും പേരെ വഹിച്ചുകൊണ്ടുള്ള യാത്ര ആ തണുത്ത വൈകുന്നേരം തുടങ്ങി. പക്ഷേ 12 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആ യാത്ര നീണ്ടില്ല. തടാകത്തിന്റെ ഓരത്ത് കണ്ട ആനക്കൂട്ടത്തിലേക്ക് ഒരു കൂട്ടം സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിച്ചതിൽ നിന്നാണ് തുടക്കം. ആനക്കൂട്ടത്തെ കണ്ട് ഒരു സൈഡിലേക്ക് സഞ്ചാരികൾ മാറിയതും യാത്രാ ബോട്ട് ഉലയാൻ തുടങ്ങി. ബോട്ടിന് ഒരു സൈഡിലേക്ക് ഒരു ചരിവുണ്ടായി. മണക്കവല ഭാഗത്ത് എത്തിയ ബോട്ട് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ തലകീഴായി മറിഞ്ഞു. വൈകിട്ട് 5:15 സംഭവം. പിന്നീടുണ്ടായത് കേരള ജനത കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബോട്ടപകടമാണ്. 7 കുട്ടികളും 17 സ്ത്രീകളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് 45 ജീവനുകൾ. മരണപ്പെട്ടവരിൽ കൂടുതലും തമിഴ്നാട് സ്വദേശികൾ. വനം വകുപ്പിന്റെ ബോട്ട് അതുവഴി വന്നതോടെയാണ് ബോട്ടപകടം പുറം ലോകമറിഞ്ഞത്. അവർ ഉടനെ ടൂറിസം പോലീസിനെ അറിയിച്ചതോടെ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി. പക്ഷേ അപ്പോഴേക്കും നിരവധി ജീവനുകൾ പൊലിഞ്ഞിരുന്നു. 36 പേരെ അന്ന് തന്നെ തടാകത്തിന്റെ ആഴങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു. അവസാനം കണ്ടെത്തിയത് 5 ദിവസങ്ങൾക്കിപ്പുറം ഒരു ഹൈദരാബാദ് സ്വദേശിയുടെ മൃതദേഹമായിരുന്നു. വിനോദസഞ്ചാരത്തിന് വന്നവരിൽ 3 നവവധൂവരന്മാരുണ്ടായിരുന്നു. അവരിൽ 2 ദമ്പതിമാരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്. ഒരു കുടുംബം ഒന്നടങ്കം നഷ്ടപ്പെട്ടവരുണ്ട്. ഭാര്യ നഷ്ടപ്പെട്ട സത്യം അംഗീകരിക്കാനാവാതെ പിന്നെയും ജീവൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് മാനസിക നില തെറ്റിയ യുവാവ് നൊമ്പരക്കാഴ്ചയായിരുന്നു. അങ്ങനെ എത്രയെത്ര വേദനകൾ തേക്കടി ദുരന്തത്തിന്റെ നിത്യസ്മാരകമായി. ഓർമ്മപ്പെടുത്തലായി ജലകന്യക ഇപ്പോഴും ആ തടാകത്തീരത്തുണ്ട്.